ഇതാണ് നമ്മുടെ സ്നേഹ വീട്ടിലെ സ്നേഹനിധിയായ പുഷ്പേച്ചി. പുഷ്പേച്ചിനെ കാണാന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. നമ്മുടെ നന്ദിനി ചേച്ചി മുഖാന്തരമാണ് പരിചയപ്പെടുന്നത് സ്നേഹ വീട്ടിൽ വരുന്നത്. സ്നേഹ വീട്ടിൽ വന്നിട്ട് പുഷ്പേച്ചിക്ക് മാറ്റങ്ങളുണ്ടോ? സ്നേഹം കിട്ടിയോ? ഒരുപാട് പേര് നല്ല സ്നേഹം ഓക്കെ, ഞങ്ങളൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നത്. ഓക്കെ, പുഷ്പേച്ചിയുടെ ജീവിതം പറഞ്ഞാൽ 4 ചുമരുകൾക്കുള്ളിലാണ്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കണം. പുഷ്പേച്ചിയുടെ അമ്മയാണ് പുഷ്പേച്ചിന്റെ പൊന്നു പോലെ ചോറൊക്കെ കൊടുത്ത് എന്താ പറയുക ചെറിയ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നത്. അപ്പോൾ എന്താ പറയാ, പുഷ്പേച്ചി ഇപ്പൊ തനിച്ചല്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ, ഒരിക്കലും സങ്കടപ്പെടരുത്. പിന്നെ ഈ അസുഖമൊക്കെ പറഞ്ഞാൽ ദൈവം തരുന്നതല്ലേ. ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനി അവിടെ നമ്മൾ മരിച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ നല്ല എന്താ പറയാ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ, നിന്നെ തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. സ്നേഹവീട്ടിലെ മക്കളോട് എന്താ പറയാനുള്ളത്? സ്നേഹവീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് പുഷ്പേച്ചിനെ സ്നേഹിക്കുന്നത് അല്ലേ, വിളിക്കാറൊക്കെ അല്ലേ? അവരോടൊക്കെ എന്താ പറയാനുള്ളത്? പറയും. ഉണ്ടാവട്ടെ, നമ്മുടെ സ്നേഹവീട് ഇനി ഉയർച്ചയിലേക്ക് എത്തട്ടെ. പുഷ്പേച്ചി എന്നും ഉണ്ടാവില്ലേ സ്നേഹവീടിന്റെ കൂടെ? ഞാൻ ഇങ്ങനെ ജീവനോടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടുണ്ടാവും. ഇറങ്ങില്ല ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ആഡ് ചെയ്യട്ടെ ചോദിച്ചെന്നത്. അടിപൊളിയാ അടിപൊളിയാ. എനിക്ക് തോന്നി എന്താ പുഷ്പേച്ചി ഇങ്ങനെ കിടക്കുന്നല്ലേ, നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റിയ